വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 17, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 10 കുഷ്ഠരോഗികൾ. ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമറിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്നു കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമറിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ ഹൃദ്യത പകരുന്ന ഒന്നാണ് നന്ദി പ്രകാശനം. സുവിശേഷകനായ വിശുദ്ധ ലൂക്ക യേശുവിന്റെ സുവിശേഷം മുഴുവനും തന്നെ ഒരു ട്രാവലോഗിന്റെ ചട്ടക്കൂട്ടിൽ സംവിധാനം ചെയ്യുന്നതായിട്ട് ആണ് നമുക്ക് കാണാവുന്നത്. ജെറൂസലം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യേശുവിന്റെ ഒരു യാത്ര. ആ യാത്രാമധ്യയാണ് യേശുവിന്റെ ജീവിതത്തിലെ രക്ഷാകരമായ പ്രവർത്തനങ്ങൾ ഓരോന്നും സംഭവിച്ചത് എന്ന രീതിയിലാണ് ഈ സുവിശേഷത്തിൽ നാം വായിക്കാനിടവരുന്നത്. ഇന്നത്തെ ചിന്താവിഷയമായിരിക്കുന്ന ഈ സുവിശേഷം തന്നെ 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടുമുട്ടുകയും യേശു അവരെ സുഖപ്പെടുത്തുകയും ചെയ്തതും ജെറൂസലം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യേശുവിന്റെ യാത്രാമധ്യേ എന്ന രീതിയിലാണ് നാം കാണുന്നത്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട് ജീവിക്കാൻ ഇടവരുന്ന ഒരു ജനവിഭാഗം കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമായിരുന്നു സമറിയ. സമറിയ പ്രദേശത്തിന്റെ ഓരം ചേർന്നുകൊണ്ടാണ് യേശു ജെറൂസലം ലക്ഷ്യമാക്കിയുള്ള യാത്ര നടത്തുന്നത് എന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. അതിനടുത്ത് വെച്ചാണ് 10 കുഷ്ഠരോഗികൾ ഒന്നിച്ച് യേശുവിന്റെ മുമ്പിൽ പ്രണമിച്ച് തങ്ങളെ പിടിപെട്ടിരിക്കുന്ന കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തി തരണമെന്നും അപേക്ഷിക്കുന്നത്. അവരുടെ ദയനീയ സ്ഥിതി കണ്ടിട്ട് മനസ്സലിവ് തോന്നി. അവരുടെ ആവശ്യത്തിൽ അല്പം ആത്മാർത്ഥതയും കൂടി കണ്ടപ്പോൾ യേശു കനിവോടുകൂടെ അവരെ 10 പേരെയും സുഖപ്പെടുത്തുന്നു. പക്ഷെ കുഷ്ഠരോഗം സുഖമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപത്രം കൈപ്പറ്റേണ്ടതുണ്ട്. ആ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തനനിരതമാകാൻ കഴിയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ യേശു അവരോടായിട്ട് പറയുന്നു, ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾ പോകുകയും. അവരെല്ലാവരും തന്നെ യേശുവിന്റെ നിർദ്ദേശമനുസരിച്ച് അവിടേക്കായിട്ട് പോകുന്നു. ആ വഴിമധ്യയാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ ദേഹത്ത് പിടിപെട്ടിരുന്ന കുഷ്ഠം വിട്ടുമാറിയിരിക്കുന്നു എന്ന്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടി നോക്കുകയും തൊട്ടുനോക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് അവരെ തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. എല്ലാവരും സുഖമായിരിക്കുന്നു. സന്തോഷം അവരുടെ ജീവിതത്തിൽ അലതല്ലി എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കാം. എന്നാൽ ഈ 10 പേരിൽ 9 പേരും തന്നെ തങ്ങളുടെ സാക്ഷ്യപത്രം വാങ്ങുന്നതിന് വേണ്ടി അവർ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിൽ ഒരു മനുഷ്യന് മാത്രം വേറിട്ടൊരു ചിന്ത മനസ്സിലുണ്ടാകുകയും ആ മനുഷ്യൻ ചിന്തിച്ചത് സാക്ഷ്യപത്രം വാങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ സുഖപ്പെടുത്തിയ യേശുവിനെ കണ്ട് നന്ദി പറയണം. ആ നന്ദി പറഞ്ഞ് അറിയിച്ചതിന് ശേഷം നമുക്ക് സാക്ഷ്യപത്രം വാങ്ങാം എന്ന രീതിയിലാണ് ആ മനുഷ്യന് മനസ്സിൽ തോന്നിയ ചിന്ത. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ തിരിച്ചു വന്ന് യേശുവിനെ പ്രണമിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്.
യേശുവിന് അവന്റെ പ്രവർത്തനം വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു. യേശു അവനോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, അവരെ വ്യക്തിപരമായ രീതിയിൽ യേശു നിരീക്ഷിച്ചിരിക്കുന്നു, ഓരോരുത്തരെയും മനസ്സിലാക്കിയിരിക്കുന്നു. യേശു അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളപ്പോൾ 10 പേരല്ലേ ആയിരുന്നേ, മറ്റു 9 പേരെവിടെ? വിജാതീയനായിട്ടുള്ള നിനക്ക് മാത്രമാണല്ലോ തിരികെ വന്ന് നന്ദി പ്രകാശിപ്പിക്കാൻ തോന്നിയത്. മകനെ, നിന്റെ പ്രവർത്തനം ഹൃദ്യമായിട്ട് അനുഭവപ്പെടുന്നു. അതിന് കൂടുതൽ ഐശ്വര്യപൂർണമായിട്ട് നീ ജീവിക്കാൻ ഇടവരിക എന്ന ആശംസകളും ഒരുപക്ഷെ യേശു നേർന്നു കാണും അവനോട്. യേശു തുടർന്ന് പറയുന്നു, ഈ തിരിച്ചു വന്നവൻ ഒരു സമറിയക്കാരനായിരുന്നു എന്ന്. യേശു വളരെ വസ്തുനിഷ്ഠമായിട്ട് ഓരോരുത്തരെയും പഠിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. അപ്പോൾ മറ്റു വരാത്ത 9 പേരും ഒരുപക്ഷെ യഹൂദവംശത്തിൽപ്പെട്ട ആളുകൾ ആയിരിക്കാം. കുഷ്ഠരോഗം പിടിപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവര് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് അവർ ഒന്നിച്ച് ജീവിക്കാൻ ഇടവന്നവരാകാം. എന്നിട്ട് യേശു പറയുകയാണ്, ഈ വിജാതിന് മാത്രമല്ലേ നന്ദി പ്രകാശിപ്പിക്കാൻ തോന്നിയുള്ളൂ, സ്വന്തപ്പെട്ടവർക്ക് ആർക്കും തോന്നിയില്ലല്ലോ എന്നൊരു കുണ്ഠിതവും യേശു അവിടെ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ ഹൃദ്യമായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃതമാണ് നന്ദി എന്ന് വേണം വിചാരിക്കാൻ. മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായം തൻ്റെതായിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സഹായം സ്വീകരിച്ച ആൾ ആത്മാർത്ഥതയോടുകൂടി നന്ദി പറയുന്നത് അനുഭവിക്കാൻ താല്പര്യമുള്ള ഹൃദയമാണ് മനുഷ്യന് ഉള്ളത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു, ദൈവത്തിനും അത് ഹൃദ്യമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നന്ദികേട് കാണിക്കുന്നവരായിട്ട് തൻ്റെ മക്കൾ ആയിത്തീരരുത് എന്നൊരു സന്ദേശം ഇതോടുകൂടെ യേശു ഉൾക്കൊള്ളുന്നതായിട്ട് വേണം നമുക്ക് ധരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് പുലർത്തേണ്ട ഒരു സുഹൃതമാണ്, ഒരു പ്രവർത്തന ശൈലിയാണ് ആത്മാർത്ഥത നിറഞ്ഞ നന്ദി ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്.